നമസ്കാരം. പരിയേറും പെരുമാൾ, കർണൻ, മാമന്നൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തമിഴിൽ നിന്നും വന്ന ശ്രദ്ധേയമായ സിനിമകളാണ്. 3 ചിത്രങ്ങളുടെയും സംവിധായകൻ മാരി സെൽവരാജ്. കൊമേഴ്ഷ്യലി വിജയമായിട്ടുള്ള ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ കൂടിയാണിവ. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലും ഈ ആഴ്ച കേരളത്തിലും റിലീസ് ചെയ്തു. വാഴ എന്ന സിനിമ മലയാളത്തിൽ തകർത്തോടുന്ന സമയത്താണ് വാഴ കൂടെ തിയേറ്ററിലെത്തുന്നത്. പൊൻവേൽ, രാഹുൽ, നിഖില വിമൽ, കലയരസൻ, ജാനകി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ വാഴ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ മാരി സെൽവരാജിൻ്റെ മുന്നത്തെ ചിത്രങ്ങൾ പരാമർശിക്കാൻ കാരണം നമ്മൾ മിക്ക ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മുന്നത്തെ വർക്കുകളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. റീവിസിറ്റ് ചെയ്യുന്ന സിനിമകൾ, വീണ്ടും സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഈ സിനിമകളൊക്കെ വരാറുണ്ട്. വാഴ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് എൻറ്റയർലി വേറൊരു സംഭവമാണ്. യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത സിനിമയാണ് എന്ന് തുടക്കത്തിൽ കാണിക്കുകയും പിന്നീട് സിനിമയിൽ ആ യഥാർത്ഥ സംഭവം വരെ പ്രേക്ഷകനെ മാരി സെൽവരാജ് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു യാത്രയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷത്തെ എന്നല്ല, ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു ഗംഭീര സിനിമ. പറയാനുള്ള കഥ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ് ഒരു പാട്ട് കൂടെയുണ്ട്. ആ കഥാപാത്രങ്ങളുടെ മനസ്സിനൊപ്പം നമുക്കും ഒന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവം. തിയേറ്ററിൽ തന്നെ പരിഗണിക്കേണ്ടുന്ന ഒരു മാരി സെൽവരാജ് സംഭവം. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. ശിവനേന്ദൻ, ശേഖർ എന്നീ 2 സ്കൂൾ കുട്ടികളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നതും. ശിവനേന്ദൻ അമ്മയോടും സഹോദരിയോടും ഒപ്പമാണ് ജീവിക്കുന്നത്. പഠിക്കാൻ മിടുക്കനുമാണ്. അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ കുടുംബത്തോടൊപ്പം ഈ വാഴക്കുല എടുക്കാനും ലോറിയിൽ കയറ്റാനുമുള്ള ആ ഒരു ജോലിക്ക് പോകും. അമ്മയും സഹോദരിയും അതിന് തന്നെയാണ് പോകുന്നത്. രാവിലെ ലോറി വരും, ഭക്ഷണവുമായിട്ട് നാട്ടുകാരൊക്കെ അതിൽ കയറും. വലിയ തോട്ടം, അവിടെ നിന്നും കായ പറിച്ചത് ചുമന്ന് ലോറിയിൽ എത്തിക്കുക, നല്ല അധ്വാനമുള്ളൊരു ജോലി തന്നെയാണ്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പോകുന്നു എന്നല്ലാതെ ഇവർക്ക് 2 പേർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. 2 ദിവസം പോയി കഴിഞ്ഞാൽ കഴുത്ത് തന്നെ ഒടിഞ്ഞതുപോലെയാകും. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണിത്. ആ സ്പേസ് എന്നതിനെക്കുറിച്ച് ഒരു ആമുഖം നൽകി എന്ന് മാത്രം. ഈ 2 കുട്ടികളുടെ ജീവിതത്തിലൂടെ ആ തൊഴിൽ സ്ഥലത്തെയും വീട്ടിലെയും സ്കൂളിലെയും ഒക്കെ ആയി കഥ മുന്നോട്ട് പോകുമ്പോൾ മാരി സെൽവരാജ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ലോകം അത് അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകനെ വിട്ടുപോകുന്നൊന്നുമല്ല. ആ കാലഘട്ടം, ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതം, അവരുടെ ആകുലതകൾ, പ്രതീക്ഷകൾ, പ്രതിസന്ധികൾ തുടങ്ങി ഓരോ മനുഷ്യരിലേക്ക് പോകുമ്പോഴും ഡെപ്തോടെ തന്നെ സിനിമയിൽ കാണാൻ സാധിക്കും, അനുഭവിക്കാനും സാധിക്കും. പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഗംഭീരമാണ്. ആദ്യം പറയേണ്ടുന്നത് സ്കൂൾ കുട്ടികളായെത്തുന്ന പൊൻവേൽ, രാഹുൽ എന്നിവരാണ്. ഒരാൾ രജനീകാന്ത് ഫാൻ, അടുത്ത ആൾ കമലഹാസൻ ഫാൻ. ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ട്. ഒരു ചെറിയ അടിയൊക്കെ കഴിഞ്ഞ് അവരെ അവിടുന്ന് ഓടിപ്പോകുന്നതും വീണ്ടും അവരുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നതായിട്ടുള്ളത്. അതിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരുമിച്ച് നടക്കുമ്പോഴുള്ളത്, കാര്യങ്ങളെ ഷെയർ ചെയ്യുമ്പോഴുള്ളത്, അത്രയും കെമിസ്ട്രി ഉള്ള ഒരു സൗഹൃദമാണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പ്രകടനത്തിൽ 2 പേരും വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. റിയൽ എന്ന ഫീലിൽ തന്നെയാണ് ഉടനീളം പോകുന്നതും. പൊൻവേലിൻ്റെ സ്കൂളിലെ ടീച്ചറുമായിട്ടുള്ള സീനുകളൊക്കെ ഗംഭീരമായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ് എന്നതുകൂടെ പ്രകടനത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചെറിയ പരിപാടിയല്ലല്ലോ. 2ാം പകുതിയിൽ വൈകാരികമായ നിമിഷങ്ങളെ കൂടെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട് 2 പേരും. സ്കൂൾ ടീച്ചറായ പൂങ്കൊടിയായാണ് നിഖില വിമൽ എത്തുന്നത്. ഈ കുട്ടികളുമായി ടീച്ചർക്ക് നല്ലൊരു ബന്ധവുമുണ്ട്. പ്രകടനത്തിൽ നിഖില വിമൽ ഓർഗാനിക്കായി തന്നെ അത് കൊണ്ടുപോകുന്നതും കാണാം. ചില നോട്ടങ്ങളാണ് അതിൽ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയത്. റൈസ് മില്ലിൽ പോയി അരി എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചില നോട്ടങ്ങൾ, ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു പോകുമ്പോൾ റൊമ്പ പിടിക്കും എന്നതിനെ ഓരോ ഘട്ടത്തിൽ നോട്ടങ്ങളിലൂടെ അനലൈസ് ചെയ്യുന്നതൊക്കെ രസമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ആ ട്രാക്ക് തന്നെ നോട്ടങ്ങളിലൂടെ, അതിൻ്റെ ചിരികളിലൂടെയാണ് മാരി സെൽവരാജ് കൊണ്ടുപോകുന്നത്. നിഖില ഓവറോൾ രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. കനി എന്ന കഥാപാത്രമായാണ് കലയരസൻ എത്തുന്നത്. തൊഴിലാളികളുടെ കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ. റൊമാൻറ്റിക് ട്രാക്കിൽ കിഡ്നായി തന്നെ ചെയ്തിട്ടുണ്ട്. വേമ്പു ആയെത്തുന്ന ദിവ്യ ദുരൈസ്വാമി അമ്മയുടെയും അനിയൻ്റെയും കൂടെയുള്ള എന്ന സാഹചര്യങ്ങളെയൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ ചെയ്തിട്ടുണ്ട്. അമ്മയെത്തുന്ന ജാനകി ശരിക്കും സിനിമയുടെ ഒരു വൈകാരിക തലത്തെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത് ഇവരുടെ പ്രകടനം തന്നെയാണ്. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രകടനം. പിന്നെയും സിനിമയിൽ ഒരുപാട് പേര് ചെറിയ വേഷങ്ങളിലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഗംഭീരമായി തന്നെ ചെയ്തു എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പശ്ചാത്തലം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഴ വെട്ടിയെടുത്ത് തലയിൽ വെച്ച് കുറച്ചു ദൂരം നടന്നിട്ടാണ് ലോറിയിൽ എത്തിക്കേണ്ടതെന്നുള്ളത്. ഇവർ നടന്നു പോകുന്ന കാഴ്ചകൾ ഞാൻ എണ്ണിയിട്ടില്ല, പക്ഷേ ഒട്ടേറെ ഇടങ്ങളിൽ ഇത് വരുന്നുണ്ട്. സ്ഥലം, സാഹചര്യമൊക്കെ മാറുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഇത് വരുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഭാരം എന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയാം. അതിൻ്റെ അസ്വസ്ഥത പ്രകടമാണ്. അതേസമയം ആ അറ്റ്മോസ്ഫിയർ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതും ഒരു സീക്വൻസ് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സിനിമയിൽ ഉടനീളം നോക്കിയാൽ വിഷ്വൽസ് എന്നത് ഒരു രക്ഷയുമില്ല. തേനീശ്വരാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. ആ ഗ്രാമം, വാഴകൾ, തോട്ടങ്ങൾ, പുഴയൊക്കെയായി ശരിക്കും നമ്മളും അവിടെ എത്തിയൊരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സന്തോഷ് നാരായണൻ്റെ സംഗീതം. ഇങ്ങനെയുള്ള കഥകളൊക്കെ വരുമ്പോൾ സന്തോഷ് നാരായണൻ വേറെ ലെവലിൽ എത്തിക്കുന്നത് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ഗ്രാമത്തിൻ്റെ ആത്മാവുള്ള സംഗീതം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് സന്തോഷ് നാരായണൻ സാധാരണ കൊണ്ടുവരാറ്. ഇവിടെയും മാറിയിട്ടില്ല. വാഴയിൽ എനിക്ക് തോന്നുന്നു മാരി സെൽവരാജിനൊപ്പം തന്നെ പറയേണ്ടുന്ന പേരാണ് സന്തോഷ് നാരായണൻ. ഇടയ്ക്ക് ലൗഡാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീല് ഇപ്പോഴിങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ കാണേണ്ടിയിരിക്കുന്നു.
പാരലൽ സംഭവങ്ങളൊക്കെ പറയുമ്പോഴുള്ള കട്ട്സും കൊള്ളാം. ആ ടെൻഷനൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊക്കെ വരുന്നു, ആകാശത്ത് പറക്കുന്ന കാക്കകൾ, മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, ഇതൊക്കെയും കൊണ്ടുവരുമ്പോഴും സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. ശിവനേന്ദ്രൻ്റെ ഒരു ജേണിയാണ് സിനിമ പ്രധാനമായിട്ടും പറയുന്നതെന്നൂടെ പറയാം. ആ യാത്രയ്ക്കൊപ്പം തന്നെ മാരി സെൽവരാജ് ചേർത്ത് വയ്ക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൂടെ ശക്തമായി സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ, ജീവിതം കരക്കടുപ്പിക്കാൻ പെടാപ്പാട് വരുന്നവർ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുന്നവർ, ത്യജിക്കേണ്ടി വരുന്നവർ, ജാതി പ്രശ്നം, അവഹേളനങ്ങൾ, പ്രതിരോധങ്ങൾ, അങ്ങനെ സാധാരണ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടെയാണ് ചിത്രം ചേർത്ത് വയ്ക്കുന്നത്. ചിത്രത്തിലെ ഓരോ എപ്പിസോഡുകൾ നോക്കിയാലും ഗംഭീരമായി തന്നെ മാരി സെൽവരാജ് അവതരിപ്പിച്ചിട്ടുമുണ്ട്. കർച്ചീഫിൻ്റെ സെക്ഷൻ, രജനി കമൽ സെക്ഷനൊക്കെ ഓർഗാനിക്കായി ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ആദ്യം സൂചിപ്പിച്ച പോലെ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഗംഭീരമായൊരു കാഴ്ച. വലിയൊരു കാറ്റടിച്ചാൽ വീണു പോകാവുന്നതാണ് വാഴകൾ. പക്ഷേ വാഴ എന്ന സിനിമയുടെ ലെയറുകൾ ആഴത്തിലുള്ളതാണ്. പ്രകടനം, എഴുത്ത്, സംവിധാനം, സംഗീതം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അതിൻ്റെ ക്രാഫ്റ്റ് പ്രകടവുമാണ്. ആ കാഴ്ചകൾ പ്രേക്ഷകൻ്റെയും മനസ്സിൽ ആഴത്തിൽ പതിയുന്നതുമുണ്ട്. തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. വീണ്ടും സന്ധിക്കാം. അതുവരേക്കും വണക്കം.